H1B വിസ നിയമങ്ങൾ ട്രംപ് ഭരണകൂടം അക്ഷരാർത്ഥത്തിൽ കീഴ്മേൽ മറിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഏർപ്പെടുത്തിയ $1 ലക്ഷം അപേക്ഷാ ഫീസിന് പിന്നാലെ ഇപ്പോൾ വിദേശ ജീവനക്കാർക്ക് നൽകേണ്ട കുറഞ്ഞ ശമ്പള നിരക്കിൽ 30% വർധനവാണ് അമേരിക്കൻ തൊഴിൽ വകുപ്പ് ശുപാർശ ചെയ്തിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? പുതിയ ശമ്പള പരിഷ്കാരം ഇന്ത്യക്കാരെ എങ്ങനെയൊക്കെ ബാധിക്കും? അമേരിക്കൻ IT മേഖലയിൽ ഇനി വിദേശികൾക്ക് സ്ഥാനമുണ്ടാകുമോ? നമുക്ക് വിശദമായി പരിശോധിക്കാം. അമേരിക്കൻ തൊഴിൽ വകുപ്പിന്റെ പുതിയ നിർദ്ദേശപ്രകാരം വിദേശികളെ ജോലിക്കെടുക്കുമ്പോൾ കമ്പനികൾ നൽകേണ്ട പ്രിവെയിലിംഗ് വേജ് അഥവാ നിലവിലുള്ള ശമ്പള നിരക്ക് അടിമുടി മാറും. ലോകത്തെ ടെക് ഹബ്ബായ സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു തുടക്കക്കാരനായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ഇനി H1B വിസ ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് $1,62,000 വാർഷിക ശമ്പളം നൽകണം. നേരത്തെ ഇത് ഏകദേശം $1,25,000 ആയിരുന്നു. ന്യൂയോർക്കിൽ ഈ നിരക്ക് $1,32,000 ഡാളസിൽ $1,13,000 ഉയരും. ഏകദേശം 30% വർധനവാണ് എല്ലാ പ്രധാന സിറ്റികളിലും വരുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ വാദവും ഈ വിഷയത്തിൽ ലളിതമാണ്. കുറഞ്ഞ ശമ്പളത്തിന് വിദേശികളെ നിയമിക്കുന്നത് വഴി അമേരിക്കൻ പൗരന്മാരുടെ ജോലി അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ഇത് തടയാൻ വിദേശികൾക്കും ഉയർന്ന ശമ്പളം നൽകണമെന്ന് നിയമം കടുപ്പിക്കുന്നതിലൂടെ കമ്പനികൾ സ്വാഭാവികമായും അമേരിക്കക്കാരെ തന്നെ ജോലിക്കെടുക്കാൻ നിർബന്ധിതരാകുമെന്നതാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഈ പരിഷ്കാരം നടപ്പിലായാൽ അമേരിക്കൻ കമ്പനികൾക്ക് ആദ്യ 12 മാസത്തിനുള്ളിൽ മാത്രം $18 ബില്യൺ അധിക ബാധ്യത ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 3 വർഷത്തിനുള്ളിൽ ഈ തുക $43 ബില്യൺ വർദ്ധിച്ചേക്കാം. ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. നേരത്തെ തന്നെ $1 ലക്ഷം ഫീസ് അപേക്ഷാ വേളയിൽ തന്നെ കെട്ടിവെക്കണമെന്ന നിയമവും പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഈ ഭീമമായ തുകയും ഒപ്പം 30% അധിക ശമ്പളവും നൽകി ഒരു വിദേശിയെ നിയമിക്കാൻ സ്റ്റാർട്ടപ്പുകളും ചെറുകിട കമ്പനികളും തയ്യാറാകുമോ എന്നതാണ് വലിയ ചോദ്യം. മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, എൻവിഡിയ തുടങ്ങിയ വമ്പൻ കമ്പനികൾ തങ്ങൾക്ക് ആവശ്യമുള്ള പ്രതിഭകളെ എന്ത് വില കൊടുത്തും നിലനിർത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ IT ഭീമന്മാരായ TCS, ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ കമ്പനികളുടെ ബിസിനസ് മോഡലിനെ ഇത് സാരമായി ബാധിക്കും. അവരുടെ മാർജിനുകൾ കുറയുകയും അമേരിക്കയിലെ പ്രവർത്തന ചെലവ് കുത്തനെ കൂടുകയും ചെയ്യും. അമേരിക്ക ഓരോ വർഷവും നൽകുന്ന 85,000 H1B വിസകളിൽ 70%-ലധികവും നേടുന്നത് ഇന്ത്യക്കാരാണ്. അതിനാൽ തന്നെ ഈ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും ഇന്ത്യക്കാരെയായിരിക്കും. ഈ നിയമം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് എൻട്രി ലെവൽ അഥവാ കുറഞ്ഞ പ്രവൃത്തി പരിചയമുള്ളവരെയാണ്. ഒരു ഫ്രഷർക്ക് $1.5 കോടി ശമ്പളം നൽകാൻ കമ്പനികളും മടിക്കും. ഇത് അമേരിക്കയിൽ ഉപരിപഠനം കഴിഞ്ഞ് അവിടെ ജോലി നോക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവിയെ അവതാളത്തിലാക്കും. മറ്റൊന്ന് റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ ആണ്. അതായത് അമേരിക്കയിലെ സാഹചര്യം കടുപ്പമാകുമ്പോൾ അവിടുത്തെ പ്രതിഭകൾ ഇന്ത്യയിലേക്ക് മടങ്ങാനോ അല്ലെങ്കിൽ കാനഡ, ജർമ്മനി തുടങ്ങിയ മറ്റു രാജ്യങ്ങളിലേക്ക് മാറാനോ സാധ്യതയുണ്ട്. വിസ ലോട്ടറിയിലെ മാറ്റങ്ങൾ മൂലം ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ വിസ നൽകുന്ന രീതി വന്നാൽ ഉയർന്ന ശമ്പളം വാങ്ങുന്നവർക്ക് മാത്രമേ വിസ ലഭിക്കൂ. ഇത് സാധാരണ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെ അമേരിക്കൻ മോഹങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. എന്തുകൊണ്ടാണ് ട്രംപ് ഭരണകൂടം H1B വിസയെ ഇത്രയധികം ലക്ഷ്യം വെക്കുന്നതെന്ന് നമുക്കിനി നോക്കാം. 1990-കളിൽ അമേരിക്കൻ IT മേഖല വളർന്നപ്പോൾ കഴിവുള്ള ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാനാണ് H1B വിസ വ്യാപകമാക്കിയത്. 2001-ൽ ഇതിന്റെ പരിധി 1,95,000 വരെ ഉയർത്തിയിരുന്നു. എന്നാൽ പിന്നീട് വന്ന സർക്കാരുകൾ ഇത് 85,000 കുറച്ചു. അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായാണ് ട്രംപ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്. വിദേശികൾ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ഏറ്റെടുക്കുന്നത് അമേരിക്കൻ മധ്യവർഗത്തിന്റെ വരുമാനത്തെ ബാധിക്കുന്നു എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എന്നാൽ ടെക് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അമേരിക്കയിൽ ആവശ്യത്തിന് വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ ലഭ്യമല്ലെന്നും വിസ നിയന്ത്രണങ്ങൾ അമേരിക്കയുടെ ആഗോള ടെക് മേധാവിത്വത്തെ തകർക്കുമെന്നുമാണ്. പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം നടക്കുന്ന ഈ സമയത്ത് വിദഗ്ധ തൊഴിലാളികളെ അകറ്റി നിർത്തുന്നത് തിരിച്ചടിയായേക്കാം. പുതിയ ശമ്പള പരിഷ്കാരത്തെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെയും കമ്പനികളുടെയും അഭിപ്രായം അറിയിക്കാനുള്ള സമയം മെയ് 26-ന് അവസാനിക്കും. അതിനുശേഷം ലേബർ ഡിപ്പാർട്ട്മെന്റ് അന്തിമ തീരുമാനമെടുക്കും. ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും അമേരിക്കൻ തൊഴിൽ വിപണി വിദേശികൾക്ക് അത്ര എളുപ്പമാകില്ല എന്നതാണ് സൂചന ഈ നൽകുന്നത്. ഇന്ത്യൻ IT കമ്പനികൾ ഇപ്പോൾ തന്നെ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റിക്കഴിഞ്ഞു. അമേരിക്കയിൽ പോയി ജോലി ചെയ്യുന്നതിന് പകരം ഓഫ് ഷോറിംഗ് വഴിയോ ഇന്ത്യയിലിരുന്ന് അമേരിക്കൻ പ്രൊജക്ടുകൾ ചെയ്യുന്ന രീതിയിലേക്കോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് കാരണമാകും. ഈ മാറ്റം ഇന്ത്യയുടെ ആഭ്യന്തര IT മേഖലയ്ക്ക് ചിലപ്പോൾ ഗുണകരമായേക്കാം.